ഭീകരമായ ചില നിയമങ്ങൾ ഉപയോഗിച്ചിട്ട് അതിനുള്ളൊരു പശ്ചാത്തലം ഒരുക്കുകയാണ്. ഞങ്ങൾ ചോദിച്ചാൽ എന്തിനാണ് നിങ്ങൾ ഇതുണ്ടാക്കുന്നത്? പ്രാദേശികമായി നടക്കുന്ന കൈവെട്ട് സംഭവം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആദ്യത്തതല്ലല്ലോ. ഇത് സംഭവം നടന്നിട്ട് ചെങ്ങന്നൂരിൽ ഒരു കൈവെട്ട് സംഭവത്തിന്റെ പ്രതീക അത് ആരാണ് നടത്തിയെന്ന് വരെ ജനങ്ങൾക്കറിയില്ല. CPM പ്രവർത്തകന് നേരെ RSSകാരെ നടത്തിയ ആക്രമണം. കുത്തുപറമ്പിൽ ബഷീർ എന്ന് പറയുന്ന നമ്മുടെ സഹോദരന്റെ കാലിന്റെ താഴോട്ട് ഒരു തരത്തിലും ഒരു മഹാമിടുക്കനായിട്ടുള്ള ഒരു സർജനെ പോലും രക്ഷിക്കാൻ പറ്റാത്ത അത്ര പകയോടുകൂടി CPMന്റെ പ്രവർത്തകന്മാർക്ക് ഈ സഹോദരന്റെ കാൽ വെട്ടി. ഇന്ന് പറയുന്നു ഇന്നലെ പയ്യന്നൂർ സുധാകരൻ എന്ന് പറയുന്ന ഒരു ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു പഴയ CPMകാരന്റെ കാലിൽ ബോംബേറിൽ തകർന്നിട്ട് അത് ഓപ്പറേറ്റ് ചെയ്ത് നീക്കുന്ന ഒരവസ്ഥയുണ്ടാകും. ഇതിനൊന്നും UAP ഇല്ല. കേരളാടിസ്ഥാനത്തിലും അന്താരാഷ്ട്ര തലത്തിലും അഖിലേന്ത്യാ തലത്തിലുള്ള ദുഷ്പ്രചാരണമില്ല. അഖിലേന്ത്യാ തലത്തിലുള്ള ദുഷ്പ്രചാരണത്തിന് CPM പ്രവർത്തകന്മാർ ഒരു പ്രധാനപ്പെട്ട CPM MP തന്നെ പ്രത്യേകം നേതൃത്വം എടുത്തിട്ട് അഖിലേന്ത്യാ തലത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെതിരായ പ്രചാരണം നടത്തി. ഈ സംഭവം വെച്ചിട്ട് ഈ മുദ്രയുമായി സാഹിബ് ഞാൻ അബൂബക്കർ സാഹിബ് ഡൽഹിയിൽ ചെല്ലുമ്പോൾ അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത രീതിയിൽ എന്തോ ഒരു താലിബാൻ കോടതി സ്ഥാപിച്ചിട്ട് ഈ ഗാൽസറായും തൊപ്പിയും നീണ്ട താടിയുള്ള ആളുകൾ വലിയ ജഡ്ജി സ്ഥാപിച്ചിട്ട് അവന്റെ തലവെട്ടു, ഇവന്റെ കാലുവെട്ടു, അവന്റെ കൈവെട്ടു എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സംഘടനയാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന രീതിയിൽ പ്രചാരണം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ അവരോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയും ആളുകളോട് സംസാരിക്കാൻ തുടങ്ങുകയും അപ്പോഴാണ് ക്ഷമാപണ സാഹിത്യത്തിന്റെ ഉന്നതന്മാരായ വിദഗ്ധന്മാരായ മുസ്ലിം നേതാക്കന്മാർക്ക് വരെ ശ്വാസം നേരെ വീഴുന്നു. ശ്വാസം നേരെ വീഴുന്നതിന് കുറച്ച് സമയം എടുക്കരുത്. ഞങ്ങളോട് എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു. ഈ പ്രചാരണത്തിന്റെ പിന്നിലുള്ള എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് കേൾക്കണം. ഏത് തരത്തിലുള്ള പീഡനങ്ങൾ നടത്തി കേരളത്തിലാണ് നടക്കുന്നത് എന്ന് പോലും തോന്നാത്ത രീതിയിൽ അബൂ ഖുറൈബിലൊക്കെ നടന്നു എന്ന് നമ്മൾ കേട്ടിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ കുരിശു വരച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നടത്തി. പീഡനം നടത്തുന്നതിന് മുമ്പ് കുരിശു വരച്ചു, പീഡനം നടത്തിയതിനു ശേഷവും കുരിശു വരച്ചു. നമ്മുടെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മലയാള മനോരമ പോലെയുള്ള പത്രം, മലയാള മനോരമയുടെ പത്രം വായിച്ചാൽ തോന്നുക, സമീപകാലത്ത് മലയാള മനോരമയുടെ പത്രം വായിച്ചാൽ തോന്നും അന്താരാഷ്ട്ര കോടതി വരെ ഈ വിഷയത്തിൽ ഇടപെടുന്നു. NIA ഇടപെടുന്ന ഒരു മാസത്തോളം ഉണ്ടാകും. ഇത് കേട്ടാൽ NIA എന്ന് കേട്ടാൽ അവസാനിച്ചിട്ടാണ് ഈ പാർട്ടിയിലെ ആളുകൾ ഇപ്പോൾ 3-4 ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇതിൽ ചേർന്നിരിക്കുന്ന എന്നോ കഴിഞ്ഞിട്ടുണ്ട്. NIA വരും എന്നിട്ടെന്നറിയാം. ഇനിയിപ്പോ മലയാള മനോരമന്റെ ഈ പ്രചാരണ രീതി കണ്ടാൽ നമുക്ക് തോന്നാം ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി എന്ന് പറഞ്ഞ ഹേഗിലൊരു അവരെ ഞാൻ ഇതിൽ ഇടപെടുന്നു. അല്ലെങ്കിൽ അമേരിക്കന്റെ മലയാള മനോരമയുടെ ഒരു അന്വേഷണ ഏജൻസിന്റെ 2 അന്വേഷണ ഏജൻസികളാണ് മലയാള മനോരമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. മൊസാദ്, രണ്ടാമത്തത് CIA. ഇവരെ വല്ല ഞങ്ങൾ പറഞ്ഞു NIA, FBI, CBI വേറെ എന്ത് വന്നാലും യാതൊരു തരത്തിലും കുലുങ്ങുന്ന ഒരു പ്രസ്ഥാനമല്ല ഇത്. കാരണം എന്താ, തുമ്മ്യാത്തെടുക്കണ മൂക്കാണെങ്കിൽ അത് ആദ്യത്തെ തുമ്മലിന് തന്നെ പോകുന്നതാണ് നല്ലത്. അതാണ് പോപ്പുലർ ഫ്രണ്ട് അത്തരത്തിലുള്ള സംഘടന. വരൂ, NIA വന്നാൽ ഞങ്ങൾക്ക് പ്രശ്നം. ഇതെന്തോ ചെയ്തിരിക്കുന്നത് സുപ്രീം സാഹിബും PCOയും അമീർ മാസ്റ്ററും കൂടി കോഴിക്കോട് യൂണിറ്റി ഹൗസിൽ ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വരുന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് കടലാസ് ചെലവോ, പക്ഷെ ആ കടലാസിന്റെ മറുഭാഗം ഒഴിഞ്ഞതുകൊണ്ട് അത് എഴുതാൻ ഉപയോഗിക്കാത്തതിൽ കവിഞ്ഞ് യാതൊരു ഫലവും നോട്ടീസ് ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇതിന് പിന്നിലുള്ള ഒരു പശ്ചാത്തലം, ഇതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് താല്പര്യം, അത് ഈ മംഗളവും മനോരമയും വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇതില് പോപ്പുലർ ഫ്രണ്ട് പോലെ ഒരു സംഘടന ഇന്ത്യയിൽ വളർന്നു വരുമ്പോൾ അതിലേറ്റവും വലിയ സങ്കടപ്പെടുന്ന വിഭാഗങ്ങൾ മലയാള മനോരമ പോലെയുള്ള പത്രങ്ങളാണ്. മുതലാളിത്ത ചൂഷണത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തുള്ള മുഴുവൻ വിഭവങ്ങളും ഏതാനും മുതലാളിമാരുടെ കയ്യിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്ന അമേരിക്കക്കാരെ നിർദ്ദേശിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കെതിരായി ഇന്ത്യയിൽ ഇന്ന് ശക്തമായിട്ട് സംസാരിക്കുന്നത് 2 വിഭാഗങ്ങൾ മാത്രമാണ്. അതിലൊന്ന് മുസ്ലിങ്ങളിൽപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഞാനിതൊരു വാചകമണി എന്നാണ് പറയുന്നത്. ഇന്നലെ ഒരു വളരെ പ്രമുഖനായിട്ടുള്ള ഗ്രന്ഥകാരനെ സംസാരിക്കുന്ന ഞാൻ ആളോട് പറഞ്ഞു, ഇന്ത്യയിലെ മുസ്ലിം സംഘടനകളുടെ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം, അവര് പരാജയപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ത്യൻ സാഹചര്യം കൃത്യമായി അപഗ്രഥിക്കുന്ന
ക്രിസ്ത്യാനികളും ബുദ്ധന്മാരും ഒക്കെ നേരിടുന്ന പാവങ്ങളായിട്ടുള്ള പാവങ്ങൾ 70% ആളുകൾ 20 രൂപയിൽ കുറഞ്ഞ വരുമാനമുള്ള ഇന്ത്യയിലെ ആ പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ അത് മതത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ തന്നെ ആ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുകയും ഒരു പുതിയ സാമൂഹ്യ സാമ്പത്തിക ജനാധിപത്യ സൃഷ്ടിപ്പിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സംഘടന എന്ന നിലക്ക് നിങ്ങൾ എവിടെ പോയാലും ഞാനോട് പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിൽ മുഴുവൻ സഞ്ചരിക്കാൻ പോകുന്ന ആളാണല്ലോ, നിങ്ങൾ മുസ്ലിം നേതാക്കന്മാരുമായി സംസാരിച്ചു, അവർക്കൊന്നും തന്നെ ഈ അർത്ഥത്തിലുള്ള ഒരു അനാലിസിസിന്റെ അപഗ്രഥത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ കുറിച്ച് സംസാരിക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല എന്നതാണ് അവരുടെ പരാജയം എന്നുള്ളത്. അങ്ങനെ ഉയർന്നു വരുന്ന ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ചെറുതും വലുതുമായി, പക്ഷെ ഉള്ളത് മതി കിട്ടും. ഉത്തർപ്രദേശിലൊക്കെ വളരെ കുറഞ്ഞ ആളുകൾ ഉള്ളത് മതി എന്ന് പറയുന്ന രീതിയിൽ വളരെ ശക്തിയുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ഇത് വളർന്നു വരുന്നത്. അത് മനോരമക്കെതിരാണ്. മനോരമയുടെ മംഗളത്തിന്റെയൊക്കെ മുതലാളിത്തത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കൊള്ളലാഭത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നയങ്ങൾക്കെതിരായിരിക്കും. ഞങ്ങൾക്കറിയാം അത് അധിനിവേശത്തിനെതിരാണ്. അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളിൽ ഒബാമ വന്നപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഒരാഴ്ച അയാളുടെ നാട്ടിൽ പോലും ഇല്ലാത്ത രീതിയിൽ ജനങ്ങൾ മുഴുവൻ ടിവിയും ചാനലും മുഴുവൻ അയാളെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്തൊരു അപഹാസ്യമായ അടിമത്തമാണ്. നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗിനെ പറ്റിയൊക്കെ നമുക്കുള്ള മതിപ്പ് പോകുന്ന രീതിയിലുള്ള അപഹാസ്യമായ അടിമത്തം ആ ഒബാമ കൊണ്ടുവരുന്നത്, അതിനു മുമ്പ് ജോർജ് ബുഷ് കൊണ്ടുവരുന്നത് അധിനിവേശത്തിന്റെ മൃദുലമോ കടുത്തതോ ആയ വിഭിന്ന ഭാഷയിലുള്ള പദ്ധതികളാണ്. അത് എതിർക്കുന്നതിന് ഇന്ത്യയില് മുസ്ലിങ്ങൾക്കിടയിലും ഈ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിലുമുള്ള പുതിയ സംഘടനകൾ വളർന്നു വരുന്നുണ്ട്. അത് CPM അതിലില്ല. അതിൽ രാഷ്ട്രീയ സ്വയംസേവകർക്ക് അതിലില്ല, മറ്റാളുകളുമില്ല. പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള പുതിയ സംഘടന, അത് ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ ഞങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരാകുമെന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ വിഭവങ്ങളെ മുഴുവൻ കണ്ടെടുത്തിട്ട് അതിന്റെ മേൽക്കോയ്മ സ്ഥാപിച്ചിട്ട് 100-200 കുടുംബങ്ങളുടെ കയ്യിലേക്ക് നമ്മുടെ രാജ്യം പോയി 26 നിലയുള്ള $1 ബില്യൺ ചെലവാക്കി 26 നിലയ്ക്കുള്ള $1 ബില്യൺ $1 ബില്യൺ എന്ന് പറഞ്ഞാൽ 4400 കോടി രൂപ ചെലവാക്കിയിട്ട് ആ മുകേഷ് അംബാനി എന്ന് പറയുന്ന അയാള് വഖഫ് ഭൂമിയിൽ ഏഴോ കാശ് കൊടുത്ത് വാങ്ങാനൊക്കെ നല്ല വകുപ്പുള്ളതാണ്. വഖഫ് ഭൂമിയിൽ ഒരു കെട്ടിടം ഉണ്ടാക്കിയപ്പോൾ അതിനെക്കുറിച്ച് ആർക്കും ഒരു പരിഭ്രമമില്ല. ഒരു കണക്ക് പ്രകാരം അതിന്റെ അടുത്തുള്ള ചേരി പ്രദേശമുണ്ടല്ലോ, നെലാവി എന്ന് പറയുന്ന ചേരി പ്രദേശത്തുള്ള ആളുകൾ മുഴുവൻ നല്ല നല്ല ഫ്ലാറ്റുകളിലേക്ക് താമസം മാറ്റുന്നതിന് 4400 കോടി രൂപ മതി. അങ്ങനെയുള്ള ആളുകളെ വളർത്തിക്കൊണ്ടുവരുന്നു. അവർക്ക് വേണ്ടിയാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമുക്ക് മനസ്സിലായോ, സ്ത്രീ NDTV മറ്റ് ടിവിയിലൊക്കെ പ്രത്യക്ഷപ്പെട്ട് എന്തൊക്കെ പറയല്, മതമൗലികവാദത്തിന്റെ ഭീഷണിയെക്കുറിച്ച്, മാവോവാദികൾ ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച്, അതേപോലെ ഈ മറുപിന്തിരി മുരാച്ചികളായിട്ടുള്ള ഈ മുസ്ലിം മതമൗലികവാദ പ്രസ്ഥാനങ്ങളുടെ ഭീഷണിയെക്കുറിച്ചൊക്കെ ആചാരമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്ത്രീ ഇതുവരെയും മുകേഷ് അംബാനിക്ക് വേണ്ടിയും അതേപോലെയുള്ള വമ്പൻ കുത്തകൾക്ക് വേണ്ടിയുമായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് അവരെ ഒരു ടെലിഫോൺ സംഭാഷണം രഹസ്യമായിട്ട് ടേപ്പ് ചെയ്തിട്ട് പുറത്തു വന്നപ്പോൾ എല്ലാവരും തുണി കീറിയ മണ്ണിൽ ആ രംഗത്ത് നിന്ന് ഒളിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടാവും. അതേ മാധ്യമങ്ങളുടെ പതിപ്പുകളാണ് നമ്മുടെ ഈ മലയാളം പോലെ മംഗളം തുടങ്ങിയിട്ടുള്ള പത്രങ്ങൾ അതേപോലെയുള്ള ചാനലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും പോപ്പുലർ ഫ്രണ്ട് ഒരു കാടേകിയുടെ ഈ വിഷയത്തിൽ നിന്ന് പ്രശ്നമില്ല. പ്രതികളെക്കുറിച്ചുള്ള നിയമലംഘനം നടത്തിയാൽ നിയമപരമായിട്ട് തന്നെ നേരിടാനുള്ള ശേഷി നമുക്കുണ്ട് എന്നുള്ള കാര്യം കൂടി ഞങ്ങൾ പറയട്ടെ. നിയമലംഘനം നടത്തിയാൽ നിയമപരമായിട്ട് തന്നെ ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും. ആര് എന്ത് ഏത് രീതിയിൽ പ്രചാരണം നടത്തിയാൽ, ആര് ഏതൊക്കെ രീതിയിൽ നമുക്കെതിരെ നോട്ടീസ് കൊടുത്താൽ, നോട്ടീസ് മാത്രമല്ല ചിലപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ഒരു പ്രശ്നമില്ല. ആദ്യത്തെ 2-3 ദിവസം ചില പ്രശ്നം ഭക്ഷണം രുചിക്കില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പട്ടിണി ആയതുകൊണ്ട് ഭക്ഷണം രുചിക്കാത്തത് മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നം ജയിലിൽ കിടക്കുന്നതുകൊണ്ടില്ല. ഇപ്പോഴാണെങ്കിൽ ജയിലിൽ വളരെ സുഖമാണെന്ന് കോടിയേരി മനുഷ്യൻ പിന്നെ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ആ രീതിയിലുള്ള നമ്പറും നടത്തി പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകന്മാരെ അങ്ങനെ തിരിച്ചു ഓടിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്ന ആളുകള്, നക്സലൈറ്റുകളെ കീഴടക്കിയതിന്റെ അനുഭവമുണ്ട് എന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴും യാഥാർത്ഥ്യ ലോകത്തെല്ലാം ജീവിക്കുന്നു. ഇന്ത്യയുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്നാണ് പഴയ പ്രയോഗം. അത് ഞാൻ ഉപയോഗിക്കുന്നില്ല.
പ്രസംഗം അവസാനിപ്പിക്കുന്നു.